കാങ്ങട്ടെ. അനുഭവിച്ചില്ല നന്നായിട്ട്. ഇനി മേലാൽ ഒരു മനുഷ്യന് ചതിക്കാൻ നിൽക്കരുത്. സ്നേഹിച്ചിട്ട് എന്താക്കരുത്, ചതിക്കരുത്. വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ കാണേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു അവിഹിതത്തിൻ്റെ വീഡിയോ. അതായത് തൻ്റെ ഭർത്താവിൽ നിന്ന് വേർപെടുത്തി വേറൊരു കാമുകൻ വിളിച്ചുകൊണ്ട് പോയി അവസാനം ആ ഒരു കാമുകൻ്റെ നിന്ന് വേറൊരു കാമുകനിലോട്ട് ഇങ്ങനെ തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഇപ്പം നിലവിലുള്ള ഈ ഒരു ഇവരെ നോക്കുന്ന ആ ഒരു കാമുകന് ദേഷ്യവും സങ്കടം വന്നിട്ട് അയാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കഴിഞ്ഞ ദിവസം വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും അതേപടി അയാളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിട്ട് നന്നായിട്ട് അവർ പൊതിരെ തല്ലിയിട്ടുണ്ട്. അത് നന്നായിട്ട് കാണാൻ സാധിക്കും. അവരുടെ കൈയും ഫേസൊക്കെ കാണുമ്പോൾ ഒരു പാവം പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു തെറ്റ് ചെയ്താൽ തിരിച്ച് ആ ഒരു ബലം കിട്ടുമെന്ന് പറയുന്നില്ല. നമ്മളിനി എന്തൊക്കെ തെറ്റ് ചെയ്തിരുന്നാലും പിന്നീടൊരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരു ദിവസം വരും. ആ ഒരു ദിവസം അത് പ്രത്യേകിച്ച് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരിൽ അത് തീരെ ഒറ്റപ്പെട്ടു പോകും. കാരണം ഒരു സമയമാകുമ്പോഴത്തേക്ക് ആൾക്കാരത് നോക്കത്തില്ല. ഇവളിങ്ങനെ നടന്നതില്ലേ, ഇല്ലെങ്കിൽ ഇവൾക്ക് ഈ ഒരു സ്വഭാവമല്ലേ എന്നായിരിക്കും ആൾക്കാർ പറയുന്നത്. പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു ഇപ്പോൾ വന്ന ഒരു വീഡിയോയിൽ ആ ഒരു സ്ത്രീയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. വഴക്ക് പറയുമ്പോഴത്തേ ആ ഒരു സ്ത്രീ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നുണ്ട്. വേറൊന്നുമല്ല, ഇപ്പം ഈ ഒരു വ്യക്തിക്ക് വേണ്ടെങ്കിൽ അങ്ങ് ഉപേക്ഷിച്ച് കളയാം. കാരണം അയാളും വേറൊരു വ്യക്തിയുടെ നിന്നാണല്ലോ, വേറൊരു വ്യക്തിയുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയത്താണല്ലോ ഈ ഒരു സ്ത്രീയെ വിളിച്ചപ്പോഴത്തേക്ക് എന്തോ ഫേസ്ബുക്ക് വഴി എന്തോ പരിചയം എന്നാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അതേ കർമ്മ തന്നെയാണ് തിരിച്ച് കിട്ടിയത്. അപ്പം താൻ അങ്ങോട്ട് കൊടുക്കുന്ന എന്താണോ അതേപടിയേ തിരിച്ചും കിട്ടത്തുള്ളൂ. ഭർത്താവിൻ്റെ നടിച്ചുകൊണ്ട് വന്ന സമയത്ത് വീണ്ടും അവർ വേറൊരാളുടെ കൂടെ പോയി. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അതേ സെയിം ദുഃഖം തന്നെയാണ് ഇവരുടെ ആദ്യ ഭർത്താവും അനുഭവിച്ചിരുന്നത്. അതിലൊരു മാറ്റമില്ല. അപ്പം ഇപ്പം ഈ കാണിക്കുന്നതിന് മുന്നേ അയാൾ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടായിരിക്കാം, എന്ത് ചെയ്യാം എന്നുള്ളൊരു ബോധ്യം പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നിരിക്കാം. അപ്പം പിന്നെ വേറൊരു കാര്യം, ഇതുപോലെയുള്ള ആൾക്കാരെ ഇനി എത്രയൊക്കെ പിടിച്ച് കെട്ടി നിർത്തി എന്നാലും അവസാനം അവരത് പോകും. അവരിനി അടുത്ത മതിലും ചാടിക്കടന്ന് അവർ പോകും. കാരണം അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഹോർമോണിൻ്റെ പ്രശ്നമാകാനാണ് സാധ്യത. അപ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. അനുഭവിച്ചാ ചതിക്കാൻ നല്ല രസമല്ലായിരുന്നോ? അല്ലേ, നല്ല രസമല്ലായിരുന്നോ? രണ്ടാക്കും കൂടിയും അല്ലേ എന്നെ ചതിച്ചിട്ട് റൂം എടുത്തിട്ട് ഓൻ്റെ എങ്ങനെ ഇമ്പി കൊടുക്കാൻ നല്ല രസമല്ലായിരുന്നോ? പറയടി. ആ കൈയൊന്ന് കാണിക്ക് ക്യാമറയില്. കാങ്ങട്ടെ. അനുഭവിച്ചില്ല നന്നായിട്ട്. ഇനി മേലാൽ ഒരു മനുഷ്യന് ചതിക്കാൻ നിൽക്കരുത്. സ്നേഹിച്ചിട്ട് എന്താക്കരുത്, ചതിക്കരുത്. മനസ്സിലായോ? ചതിച്ചാൽ എന്താവും ഇതുപോലെ ഇരുന്ന് പിന്നെ കരിയേണ്ടി വരും. ഓൻ വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ട. ഓൻ എടുക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ പ്രശ്നമൊക്കെ മാറിയിട്ട് വീണ്ടും ഓന് എന്നെ വെട്ടാൻ വേണ്ടിയിട്ട് എന്നെ കളിക്കാൻ വേണ്ടി കൊടുക്കും, വിളിക്കും. ഒന്ന് ആശ്വാസം നൽകും നിനക്ക് വാക്കുകളിലൂടെ. ഓക്കെ, പ്രശ്നം വരുമ്പോൾ മുങ്ങും. അത് കള്ളവെടിയൊക്കെ അല്ല, അത്രേ ഉള്ളൂ. അപ്പം ഈ അങ്ങനെ വെടി വെക്കാൻ കൊടുത്ത് അങ്ങനെ ജീവിക്കുക. എനിക്കൊരു കുട്ടിയില്ലേ, 2 മക്കളില്ലേ അല്ലേ? ഒരു പെൺകുട്ടീൻ്റെ വാപ്പൻ്റെ അടുത്ത് ഒരു ആൺകുട്ടിയില്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലേന് അല്ലേ? ബാപ്പയില്ല, അമ്മയില്ല അല്ലേ? ഒരു ആധാർ കാർഡ് പോലില്ലല്ലോ. ഇവിടെ കള്ളവടി വെച്ചങ്ങാണ്ട് ജീവിക്കുക അല്ലേ? എന്നിട്ട് വാക്കുകൾ എനിക്കെൻ്റെ മോനാണ്. മോനിക്ക് വേണ്ടി എന്താ ചെയ്ത് മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറയടി, മോനിക്ക് വേണ്ടി എന്താണ് ചെയ്ത് മറ്റുള്ളവർക്ക് കിടന്നു കൊടുക്കുന്നോ? പറ, എൻ്റെ കുട്ടിക്ക് വേണ്ടി എന്താ ചെയ്തത്? ബാതുർന്ന് സംസാരിക്കടി. നല്ല തല്ലിട്ടില്ല അല്ലേ? തല്ലണ്ട തന്നെ ശരിക്കും ഈ കാണിച്ചതിന്. തല്ലണ്ടേ? തല്ലി കൊല്ലണ്ടിയല്ലേ ഈ കാണിച്ച്? ഇന്നെ ചതിച്ചതിന്റെ വീഡിയോ കണ്ടില്ലേ? എന്റെ മുഖഭാവം ഞാൻ കണ്ടില്ല എന്നെ ചതിക്കുമ്പോള്ള. അല്ലേ? രണ്ടാളും കൂടി നിന്നിട്ടില്ലേ? ഇനി മേലാൽ ചെയ്യരുത്. ഇപ്പൊ എന്തായി? ഞാനില്ല. ഓനുണ്ടാവും. കള്ളവെടി വെക്കുന്നവൻ എന്തായാലും ഉണ്ടാവും. ഓന് പോകുന്നില്ല. കള്ളവെടി വെക്കാണ്. ഓൻ പോകൂല. മനസ്സിലായോ? ഓൻ എന്നെ വിട്ടു പോകില്ല. ഓൻ കള്ളവെടി വെച്ചുകൊടുക്കും. ഒരു പ്രശ്നം വന്നാലോ അനക്ക് എന്തെങ്കിലും കെടുപ്പിലായാലോ ഒന്നിനും ഓൻ ഉണ്ടാവില്ല. ഓനിക്ക് കള്ളവെടി വെച്ചാൽ മതി. ഓക്കെ, അല്ലേ? അപ്പൊ കിട്ടിയില്ലേ? സമാധാനമായില്ലേ? എല്ലാ ബന്ധം തീർന്നില്ലേ? എന്നിട്ടും എനിക്ക് പുതിയ ഫോൺ ഞാൻ വാങ്ങിച്ചെന്ന് എന്നെ സേഫായിട്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു സ്നേഹം എനിക്കുള്ളത് കൊണ്ടാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഈ ചെയ്തതിന് എനിക്കൊന്നും അത് ഈ നാളെ എനിക്ക് തോന്നും ഞാൻ പൊട്ടനാന്ന്. എനിക്കും തോന്നും.
ഓനിക്കിപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ, അവൻ്റെ വൈഫിനൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയും കിടന്നോട്ടെ അല്ല കൂട്ടിക്കൊണ്ട് ഓടെ കൂടെ കിടന്നോട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കെട്ടിയോളാണ് ഓനിക്കുള്ളത്. അവളെ പറഞ്ഞിട്ട് കല്ലേ അവളെ സിറ്റുവേഷൻ എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഓനിക്ക് അങ്ങനെ കിടന്നോടത്തേ ജീവിക്കും ഇനിയുള്ള കാലം. ഓക്കെ, നിന്നെ ശല്യം ചെയ്യാനോ നിന്റെ ഭാഗത്തേക്കോ വരാൻ നിൽക്കരുത്, കേട്ടല്ലോ. പന്നതാ എനിക്ക് കിട്ടിയ ഞാൻ തിരിച്ചാ നിൽക്കണേ, നന്നായിട്ട് ഞാൻ തിരിച്ചാ നിൽക്കണേ. ഇനി എൻ്റെ വഴിക്ക് പോവാം. ഓക്കെ, ഫൈസൽ എന്നെന്തോ ആണ് ആ ഒരു കാമുകൻ്റെ പേര്. ആ ഒരു കാമുകൻ്റെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ല, ഈ ഒരു സ്ത്രീയുടെ കൂടെ പോകുന്നതിന് ഒരു പ്രശ്നമില്ല, അത് പോകുന്നെങ്കിൽ പോട്ടെ എന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യേണ്ടത്? ഇയാൾക്ക് വേണ്ടെങ്കിൽ താല്പര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ആ ഒരു വീഡിയോ, ആ ഒരു പോസ്റ്റിൽ അയാളുടെ സൗണ്ട് സംസാരമൊക്കെ കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ ചിലപ്പോൾ സ്നേഹം ഉണ്ടായിരിക്കും, പക്ഷേ ആ ഒരു സ്ഥാനത്ത് ആദ്യത്തെ ഭർത്താവിനെ കൂടി ഒന്ന് കണക്കിലെടുക്കും. കാരണം അയാളും അതുപോലെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, അവരിൽ നിന്നാണല്ലോ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നല്ല പൊതിരെ തല്ലിയിരിക്കുന്നു. പക്ഷെ കാണുമ്പോൾ ഒരു സഹതാപം തോന്നുമായിരിക്കാം, പക്ഷെ എന്നിരുന്നാലും അപ്പോൾ ഇതാണ് സംഭവം. ഈ എന്തിനാ ചുമ്മാ ഒരാളെ, പിന്നെ അത് മാത്രമല്ല അയാൾ ഒരു 45,000 രൂപയുടെ കണക്ക് പറയുന്നുണ്ട്. 50,000 രൂപയുടെ കണക്ക് അയാൾ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ഒരു പൈസയുടെ കണക്ക് അങ്ങനെ പറയേണ്ട കാര്യമെന്ന് എനിക്കെപ്പോഴും മനസ്സിലാവുന്നത്. കാരണം അയാളുടെ കൂടെ ഇരുന്ന സമയത്ത് അയാൾ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ചിലവാക്കിയ പൈസയാണ് പറയുന്നത്. അത് തിരിച്ച് മേടിക്കണം, അത് തിരിച്ച് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളപ്പോൾ മറന്നുപോയോ? അവരിപ്പം അയാൾക്ക് വേണ്ടിയിട്ട് ചോറ് വെച്ചതും കറി വെച്ചതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതും അവരാണല്ലോ. അപ്പം പിന്നെ തുണി അലക്കിയതും അത് ചെയ്ത് അപ്പം പിന്നെ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതും കൂടെ അത്രയും സ്നേഹത്തോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു 45,000 രൂപയുടെ കണക്ക് ചോദിക്കേണ്ട കാര്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഇവരെ പിടിച്ചു നിർത്തിയാലും അവർ പോവേണ്ട സ്ഥലത്ത് അവർ വീണ്ടും പോയിരിക്കും. പിന്നെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അവരവരുടേതായിട്ടുള്ള വഴിക്ക് വിടുന്നതായിരിക്കും നല്ലത്. ചുമ്മാ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവരുടെ ഫേസും കാണിച്ച് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാനുള്ള കാര്യമുണ്ട്. കാരണം വെച്ചാൽ ആ ഒരു വ്യക്തിയെ പൊതിരെ തല്ലിയിരിക്കുന്നു. ആ ഒരു വ്യക്തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ പറഞ്ഞു വിടാം. അല്ലാണ്ട് ആ ഒരു വ്യക്തിയെ കൂടെ നിർത്തിയിട്ട് വീണ്ടും അതിനെങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ച് നാണം കെടുത്തി ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒന്നും കാര്യമില്ല. ഇനി എത്രയൊക്കെ പിടിച്ചു നിർത്തിയാലും ആ ഒരു വ്യക്തി വേറൊരു കൊമ്പിലേക്ക് ചാടും. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ വേണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. പിന്നെ 45,000 രൂപ വേണം, എനിക്ക് 50,000 രൂപ എനിക്ക് തരാനുണ്ട്, ഞാൻ ഫോൺ മേടിച്ച് കൊടുത്തതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളുടെ കയ്യിൽ നിന്നാണല്ലോ പറിച്ചുകൊണ്ട് വന്നത്, ഭർത്താവിൻ്റെ കയ്യിൽ നിന്നാണല്ലോ ഈ ഒരു വ്യക്തിയെ താങ്കൾ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു താങ്കളുടെ കയ്യിൽ നിന്ന് വേറൊരാൾ കൊണ്ടുപോകുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് അയാൾ വേദനിച്ച് എത്രത്തോളം ഉണ്ടോ അത് തന്നെയാണ്, ആ ഒരു വേദന തന്നെയാണ് ഇപ്പോൾ താങ്കളും അനുഭവിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാണുമ്പോൾ ഒരു സഹതാപം തോന്നുന്നു. കാരണം അവിടെ പൊതിരെ തല്ലിയിരിക്കുന്നു. ഒരിക്കലും തല്ലാനുള്ള അവകാശം ആർക്കും കൊടുത്തിട്ടില്ല. പൊതുവേ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഒട്ടും ഇല്ല. പൊതിരെ തല്ലിയിട്ടാണ് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാർ എത്രയൊക്കെ ആരൊക്കെ നന്നായിട്ട് കൊണ്ടുപോയെന്നാലും അവർ പോവും. അത് അവരുടെ ഒരു പ്രധാന സ്വഭാവം പോവുക തന്നെ ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാത്തത് ടാറ്റ.